ഇൻഫോർമേഷൻ ചാനലിലേക്ക് സ്വാഗതം. ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നു. 1500 കോടി രൂപ കടമെടുത്താണ് സർക്കാർ ഇപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ പോകുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി എല്ലാ സർക്കാർ ക്ഷേമ പദ്ധതികളുടെയും ഏറ്റവും പുതിയ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുന്നതിന് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ക്ഷേമ പെൻഷൻ കുടിശ്ശികയായെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള PC വിഷ്ണുനാഥിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസ് നിയമസഭയിൽ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. 2024 ജനുവരി മാസം മുതൽ മെയ് മാസം വരെയുള്ള 5 മാസത്തെ പെൻഷനുകൾ കുടിശ്ശികയായിരിക്കുകയാണ്. ഓരോ വ്യക്തിക്കും 8000 രൂപ വീതം വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, അവിവാഹിത പെൻഷൻ, കർഷക തൊഴിലാളി തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ സർക്കാരിൽ നിന്നും ലഭിക്കുവാനുണ്ട്. ഇതോടൊപ്പം ചില ക്ഷേമനിധികൾ വഴിയുള്ള പെൻഷൻ വിതരണം 10 മാസത്തിലേറെ കുടിശ്ശികയാണ്. ഇതെല്ലാം കൊടുത്തു തീർക്കുമെന്നാണ് ധനമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് മുഖ്യ കാരണം ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പാളിച്ചയാണ് എന്ന തിരിച്ചറിവുണ്ടായതോടെയാണ് കുടിശ്ശിക അടക്കം വിതരണം ചെയ്യാൻ സർക്കാർ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ജൂൺ മാസത്തിൽ വിതരണം ചെയ്യുന്നത് ഒരു മാസത്തെ തുകയായ 1600 രൂപയായിരിക്കും. ജനുവരി മാസത്തെ കുടിശ്ശിക പെൻഷനാണ് വിതരണം ചെയ്യാൻ പോകുന്നത്. പെൻഷൻ വിതരണത്തിനായുള്ള ഫണ്ടിനായി റിസർവ് ബാങ്ക് മുഖേന 1600 കോടി രൂപ സർക്കാർ കടമെടുക്കുന്നതിന് ഇന്നലെ തീരുമാനിച്ചിരുന്നു. അടുത്ത ആഴ്ച ജൂൺ 25 ചൊവ്വാഴ്ചയായിരിക്കും മിക്കവാറും റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെ സർക്കാർ കടമെടുക്കുക. ഫണ്ട് അന്നോ മറ്റന്നാളോ എത്തിയാൽ ഉടൻ അക്കൗണ്ടിലേക്കോ കൈകളിലേക്കോ പെൻഷൻ വിതരണം നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകാൻ 4000 കോടി രൂപ ആണ് വേണ്ടത് എന്ന് ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു. ജൂൺ മാസം മുതൽ എല്ലാ മാസവും ഓരോ മാസ ക്ഷേമ പെൻഷൻ തുകയായ 1600 രൂപ വിതരണം ചെയ്യുവാൻ കടമെടുപ്പിലൂടെയും മറ്റും അധിക ഫണ്ട് കണ്ടെത്തി. ആ മാസങ്ങളിൽ 2 അതിലധികമോ ഗഡുക്കൾ വിതരണം ചെയ്ത് ക്ഷേമ പെൻഷൻ പൂർണ്ണമായി ഇല്ലാതാക്കുവാനാണ് തീരുമാനം. അടുത്ത ആഴ്ച പെൻഷൻ വിതരണം തുടങ്ങുന്ന തീയതി ഔദ്യോഗികമായി പുറത്തു വരുമ്പോൾ തന്നെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.